എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വെജിറ്റബിൾസ് വെച്ച് നമുക്ക് കറികളും തോരനും അല്ലാതെ നമുക്ക് പലതരം ബജികളും സ്നാക്സുകളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉള്ള ഒരു വെജിറ്റബിൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഒരു പടവലങ്ങയുടെ പീസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പടവലങ്ങ നമ്മൾ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് മൂക്കാത്ത പടവലങ്ങയാണ് നമുക്കിതിന് നല്ലത്. കനം കുറച്ച് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വഴുതനങ്ങ കൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് ബജിയാക്കി നോക്കാം. ഇതിനി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായി നമ്മളിവിടെ ഒരു 3 സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് അരിപ്പൊടിയും 1 സ്പൂണ് മൈദയും ചേർക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ ഈ ബജി ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 നുള്ളു സോഡാപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കാം. ലേശം കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുറുകിയ പരുവത്തിൽ ഒന്ന് കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. പൊടികളെല്ലാം നന്നായിട്ട് മിക്സായി ആവശ്യത്തിന് കുറുകി വരുമ്പം ഉപ്പും നോക്കി നമുക്ക് ഇതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ അടച്ചു വെക്കാം. ബാറ്റർ വെള്ളം കൂടി പോകാതെ നോക്കണം. ഒരു നല്ല കുറുകിയ പരുവത്തിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളെല്ലാം തിളച്ച എണ്ണയിലേക്കിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്ത് കോരാം. കറി വെച്ചാൽ വെജിറ്റബിൾസ് കൂട്ടാൻ ഇഷ്ടപ്പെടാത്തവർക്കും പിന്നെ കുട്ടികൾക്കുമൊക്കെ നമുക്ക് ഇതേപോലെ വെജിറ്റബിൾ കൊണ്ട് വിവിധതരം സ്നാക്സുകളും ബജികളും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. 4 മണിക്കൊക്കെ നമുക്ക് ചായക്കടിയായിട്ടൊക്കെ ഇങ്ങനെ വിവിധതരം ബജികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ ഈ മഴ സീസണൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ ചൂടോടെ ബജികളും ഒക്കെ പൊരിച്ചു കൊടുത്താൽ കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഏറെ ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായ ഈ ബജി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എണ്ണയിൽ വറുത്ത പലഹാരങ്ങളൊക്കെ വല്ലപ്പോഴുമൊക്കെ നമുക്ക് കഴിക്കാം. എപ്പോഴും കഴിച്ചാലേ ഉള്ളൂ അത് ബുദ്ധിമുട്ടാകുന്നത്. ഇതേപോലെ നമ്മുടെ വഴുതനങ്ങായും നമുക്ക് ബജിയായിട്ട് പൊരിച്ചു കോരാം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.